ഹലോ, ഹായ്. റിതുട്ടൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആട്ടോ. വൈകിട്ട് ഇങ്ങനെ വെറുതെ പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ കുറച്ച് കോഴി ഫാമും പന്നി ഫാമൊക്കെ കാണാനുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് കേട്ടോ. ഇത് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള റബ്ബറും കണ്ട കേട്ടോ. അത് അവിടെ കാണാനാണ് ഞങ്ങളെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്താന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ചോദിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാനും ഉണ്ട്, ഏട്ടനും ഉണ്ട്, പിന്നെ ഏട്ടൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ. ഞങ്ങൾ അമ്മൂന്ന് വിളിക്കാം. ഇതൊരു കോഴി ഫാം കേട്ടോ. ഇവിടെ കോഴികളൊന്നുമില്ല, അതൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് കയറണം പറഞ്ഞു. അത് ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ മുകളിൽ കുറേ കൊന്ന് കയറാണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാനോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. എവിടെ പകുതി എത്തിയപ്പോഴേക്കും ഭയങ്കര ക്ഷീണം പറ്റി, കാരണം കുറേ കൊന്ന് കയറാണ്ടേ. ഇവിടെ പിന്നെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നല്ല ഭംഗി ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ കുറേ ചോലൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ അവിടേക്ക് പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അവിടേക്ക് പിന്നെ ഒരു ദിവസം പോയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ വരണ്ട കേട്ടോ. ഇതിപ്പോൾ എൻ്റെ നാത്തൂനാണ് വീഡിയോ എടുക്കുന്നത്. അവളോട് ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവരാദ്യം വന്നാട്ടെ, ഏട്ടനും അവളും കൂടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ കണ്ടില്ല, ഞാൻ അവളോട് ക്ഷീണം പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ പിന്നെ ഒന്നാമത് കുന്ന് കയറിയതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല. എനിക്ക് പകുതി എത്തിയപ്പോഴേക്കും ഞാനാകെ ക്ഷീണിച്ചിരുന്നു. കുറേ അങ്ങോട്ട് മുന്നിലേക്ക് പോകണം. ഞങ്ങൾ മുന്നിലേക്കൊരു നായ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് വഴി കട്ടി തരിക തോന്നുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിലിൻ്റെ മുഖം കണ്ടറിയ്ക്ക് ആകെ ക്ഷീണം പറ്റിയിരുന്നു പകുതി എത്തിയപ്പോഴേക്കും. പിന്നെ കുറച്ചും കൂടി അല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് കണ്ടോ അവിടേക്ക് എത്തണം. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഉള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീഴും വിചാരിച്ചു, പക്ഷേ വീണില്ല കേട്ടോ, എന്തോ ഭാഗ്യം. അപ്പോൾ ആണല്ലേ അവിടേക്ക് എത്താറായി. ഞങ്ങൾ ആ താഴത്തുനിന്ന് കയറിയതാണ്. അതിന് മുകളിലേക്ക് എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ താഴത്തേക്ക് കാണാൻ. അപ്പം ഞങ്ങളങ്ങനെ ഇതിന് മുകളിൽ പിന്നെ ഒരു വീടും താമസക്കാരൊന്നുമില്ല കേട്ടോ. ആ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോഴി ഫാമാണ്. ഈ കോഴി ഫാമിൽ കോഴി ഫാമിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കുന്ന വീടാട്ടോ അത്. അല്ലാതെ വേറൊരു വീടോ ആൾ താമസമൊന്നുമില്ല കേട്ടോ. ഒരു നിരപ്പ് സ്ഥലം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. റിതുട്ടിന് പിന്നെ ഓടിക്കളിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പിന്നെ അവിടുന്ന് പോകാനൊന്നും തോന്നിയില്ല. നല്ല നിരപ്പുള്ള സ്ഥലം, അവിടുത്തെ മണ്ണൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ റിതുട്ടൻ പിന്നെ അതിനെ ഓടിക്കളിക്കുക. ഞങ്ങൾ ആ കോഴി ഫാമിൽ പോയി നോക്കിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം പറ്റിയിരുന്നു. അതിന് മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ വെള്ളം കൂടി എടുത്തിട്ടില്ല. എൻ്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ക്ഷീണം പറ്റി. എനിക്ക് വെള്ളത്തിനൊക്കെ ദാഹിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും കയറിയതല്ലേ വിചാരിച്ചിട്ട് ഇവിടെയൊക്കെ കണ്ടിട്ട് പോകല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കാണാം കേട്ടോ പന്നി ഫാം. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങോട്ട് പോകണോ, ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും പറഞ്ഞു. അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ ഈ ഫാമിലേക്ക് പോകുമ്പോൾ തന്നെ മൂക്ക് പൊത്താൻ പാടില്ല എന്നൊക്കെ പറയണേ കേൾക്കാന്നല്ല, അങ്ങനെയാണ്. കാരണം അവിടെ നിൽക്കണ 2-3 പേര് പറഞ്ഞു മൂക്ക് പൊത്തരുത് കേട്ടോ എന്ന്. അപ്പോൾ മൂക്ക് പൊത്താതെ വന്ന് കണ്ടോളൂ പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ പോയില്ല കേട്ടോ. എനിക്ക് പന്നിയാണ് സൗണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ കുറച്ച് മാറി നിന്ന്. അപ്പോൾ ഏട്ടനും നാത്തൂനെ പോയിട്ടുള്ളൂ കേട്ടോ. റിതുട്ടനും അവളെടുത്ത വീഡിയോ അവൾ ഫുള്ളായിട്ട് എടുത്തില്ല. ഇത് പിന്നെ വളർത്തു പന്നികളാട്ടോ. അപ്പോൾ അവിടേക്ക് കുറച്ചുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കൂടുതൽ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വേഗം പോകുന്നു. അപ്പോൾ പറഞ്ഞാൽ അവിടെ കുറച്ച് കോഴി ഫാമൊക്കെ ഉണ്ട് കാരണം ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. റിതുട്ടനോട് പന്നികളെ കണ്ടു ചോദിച്ചപ്പോൾ റിതുട്ടാന്നൊക്കെ പറഞ്ഞു. അവിടെ 1 2 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 2 ഞാൻ കണ്ടു, 3 കണ്ടു എന്നൊക്കെ പറയണേ. അങ്ങനെ ഞങ്ങൾ കോഴി ഫാമിൻ്റെ അവിടേക്ക് എത്തി. ഞാൻ പറഞ്ഞില്ലേ ഈ ഫാമിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു കൊച്ചു അങ്ങനെ വീടുകളുണ്ടാവുന്ന വീടാട്ടോ. ഇവർ ഇവിടെ ഉള്ളവരല്ല, അവർ വേറെ സ്ഥലത്തു നിന്നൊക്കെ വന്ന് നിൽക്കുന്ന ഫാമിലി കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന ഫാമിലിയാണ് അവർ. തമിഴ്നാടെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ ചിരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അവർക്ക് നമ്മളെ ലാംഗ്വേജ് അറിയില്ലല്ലോ. അവർ വേറെ ലാംഗ്വേജാണ് തോന്നുന്നു. ഏത് ലാംഗ്വേജ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ കണ്ടില്ല കുറേ കോഴികളുണ്ട്. നമുക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാനൊരു കോഴീനെ സൂം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ കോഴി പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ പിന്നെ മെല്ലെ ഫോണ് മാറ്റി.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളത് ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഏതാ ലാംഗ്വേജ് എന്നല്ല, ഞാൻ അറിഞ്ഞാൽ തന്നെ സംസാരിക്കാനും അറിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ കോഴി ഫാമൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ കുറേ കോഴികളുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞത്, പക്ഷെ അതൊക്കെ മണ്ണിട്ട് മൂടിയായിരുന്നു. എന്താ കുറേ ഉണ്ടായിരുന്നു പറഞ്ഞൊക്കെ മണ്ണിട്ട് മൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ റീൽസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്, എനിക്കതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തന്നെ കേട്ടോ. ഇവിടെ ഞാനൊരു ഇല എടുത്ത് മണത്ത് വെക്കുന്നുണ്ട്. അയ്യോ നാരങ്ങ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അത് നാരങ്ങ ഒന്നല്ല, അങ്ങോട്ട് പോരുമായിരുന്നു. എനിക്ക് നാരങ്ങയുടെ ഇലയുടെ സ്മെല്ല് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കുറേ പറയുന്നുണ്ട് അപ്പോൾ എന്നൊക്കെ കേട്ടോ. ഒന്ന് ക്ഷമിക്കണേ, ഞാൻ അങ്ങോട്ട് ശരിയായിക്കോളും, തുടക്കത്തിലല്ലേ. അപ്പോൾ ഇതൊരു കോഴി ഫാം കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറൊന്നും വേണ്ട, ഒരേട്ടം എടുത്തതല്ലേ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. ഇതാ ഞാൻ പറഞ്ഞ കോറി കേട്ടോ, അതൊക്കെ മണ്ണിട്ട് മൂടിയാണ്. ഇവിടെ കുറേ ഉണ്ട് കോറി, പക്ഷെ ഒക്കെ മണ്ണിട്ട് മൂടിയെന്ന് പറഞ്ഞു. ഇതൊരു കോഴി ഫാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടുത്തെ മണ്ണൊക്കെ നല്ല മണ്ണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ കാണുന്നത് അവിടെ ഒരു അതൊരു കോറിയാണ് കേട്ടോ, അതൊക്കെ മണ്ണിട്ട് മൂടിയതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതൊക്കെ കോറിയായിരുന്നു പറഞ്ഞത്, ഇതൊക്കെ മണ്ണിട്ട് മൂടിയായിരുന്നു. ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടോ, കാരണം നല്ല ലെങ്ത് ഉണ്ട് വീഡിയോ. ഇത് പിന്നെ വാട്ടർ ടാങ്കോ എന്തോ പറഞ്ഞു കേട്ടോ. എനിക്ക് വെള്ളത്തിൻ്റെ എന്തോ ആണ് പറഞ്ഞു, പക്ഷേ എന്തോ ഉള്ളിൽ കയറി കാണാനൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടാലോന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെ നോക്കിയിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴല്ലേ അകത്തേക്ക് അനുവാദം കൂടാതെ അകത്തേക്ക് പ്രവേശനം അരുതെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ കയറിയില്ല. അപ്പോൾ ഏട്ടങ്ങോട്ട് പോരുകയാണ്. അവിടെ ആരും കാണും ചെയ്തില്ല. ഇതൊക്കെ കോരി കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, അമ്മു അവളെ അച്ഛന് ജോലി ചെയ്ത് തരുന്ന കോറിയാന്ന് അത്രേ. ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പിന്നെ തിരിച്ച് പോന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് എത്തിയപ്പോൾ റോഡായി. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് പോകുന്നു. കണ്ടില്ല, കോറിയിലൊക്കെ മണ്ണിട്ട് നിരത്തി അവിടെ തെങ്ങ് എന്തിട്ട് തോന്നുന്നു കുഴിച്ചിട്ടത്. ഞങ്ങളങ്ങനെ തിരിച്ച് പോകുന്നു. ഞാൻ ഇത് കിണറാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതൊരു കുഴിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിട്ടിരിക്കുക കേട്ടോ. അതിന് മുന്നേ ഞാൻ ആ കുന്നത്ത് അവിടെ പോയി നിന്നിട്ട് അങ്ങോട്ടുള്ള വ്യൂ എടുത്തിട്ടോ, നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ. അങ്ങനെ ആയിട്ട് വന്നു, നേരം വൈകി പോരുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ പോയിട്ടിരിക്കുക. ഇനിയാണ് കയറാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും ഇറങ്ങാൻ നല്ല പേടിയായിരുന്നു. അങ്ങോട്ട് വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് താഴെത്തുമെന്ന് പറഞ്ഞേട്ടെ. പക്ഷെ ഞാൻ വീണില്ല എന്ന രീതിയിലൊക്കെ മെല്ലെ മെല്ലെ ഇറങ്ങി. അപ്പോൾ അവളും ഇറങ്ങണം. ഞങ്ങളങ്ങനെ വീടിൻ്റെ അവിടേക്ക് എത്താറായിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.